ശോഭലക്ഷം ദൂതസേവിതരിതാ യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ, തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ സകല വിശുദ്ധ ദൂത സംഘ പരിവാരത്തോടെ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. കെരൂബുകൾ സറാഫുകൾ ദൂതരിവർ, കെരൂബുകൾ സറാഫുകൾ ദൂതരിവർ സ്വർണ്ണ കാഹളം കഴുത്തിലേന്തിയ വിശുദ്ധ ഗീതക്കാർ വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി, വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി. ആത്തുപാടുന്നോർത്തു കേൾക്കുവീനത്, ആത്തുപാടുന്നോർത്തു കേൾക്കുവീനത് വലിയ പെരുവെള്ളത്തിനിരച്ചിൽ കൊത്തതാമൊലി വാനിൽ വാനിൽ അതിഗംഭീരമായി, വാനിൽ വാനിൽ അതിഗംഭീരമായി. ദൈവത്തിന്റെ കാഹളധ്വനി ധ്വനി, ദൈവത്തിന്റെ കാഹളധ്വനി ധ്വനി രാജാധിരാജനം സുതനിൽ നിന്നുകൾ പുറപ്പെടുന്നിതാ വാനിൽ വാനിൽ അതിഗംഭീരമായി, വാനിൽ വാനിൽ അതിഗംഭീരമായി. മണ്ണിലുറങ്ങുന്നതാം മൃഗ മൃഗ, മണ്ണിലുറങ്ങുന്നതാം മൃഗ മൃഗ ഇരുമുഹൂർത്തത്തിൽ ഉയർത്തെഴുന്നതി പ്രസന്നവദനരായി ശീഘ്രം ശീഘ്രം അതിസംബോധരായി, ശീഘ്രം ശീഘ്രം അതിസംബോധരായി. തന്നെ നോക്കി പാർത്തിടും ജനം ജനം, തന്നെ നോക്കി പാർത്തിടും ജനം ജനം കാഹളധ്വനി കേൾക്കും മാത്രയിൽ വാരിപ്പോകുമേ മോദാൽ മോദാൽ വാരിപ്പോകുമേ, മോദാൽ മോദാൽ വാരിപ്പോകുമേ. ഇവിടെ കയറി വരുവിനെന്നുള്ള വിളി, ഇവിടെ കയറി വരുവിനെന്നുള്ള വിളി കേട്ടിട്ടാശ്വാസം ലഭിക്കുവാൻ ചെവി കൊതിക്കുന്നു ഉഗ്രമായി, കേൾപ്പാൻ കേൾപ്പാൻ കൊതിക്കുന്നു ഉഗ്രമായി, കേൾപ്പാൻ കേൾപ്പാൻ കൊതിക്കുന്നു ഉഗ്രമായി. ലക്ഷോപലക്ഷം ദൂതസേവിതരിതാ, ലക്ഷോപലക്ഷം ദൂതസേവിതരിതാ യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. ലക്ഷോപലക്ഷം ദൂതസേവിതരിതാ, ലക്ഷോപലക്ഷം ദൂതസേവിതരിതാ യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ
സ്വർഗത്തിലെ ദൈവം തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് വായിക്കാം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവൻ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിന് അടയാളമെന്തുവെന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ്, കർത്താവെ, നിൻ്റെ രണ്ടാമത്തെ വരവിനും ലോക അവസാനത്തിനുമുള്ള അടയാളം എന്ത് എന്ന്. നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ഭൂമിയിൽ ഒരു പക്ഷേ ക്രിസ്തീയ മതത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും, ക്രിസ്ത്യാനികളുടെ എണ്ണമായിരിക്കും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ആളുകൾ. അതിനുശേഷമാണ് മറ്റു മതങ്ങളൊക്കെയും വരുന്നത്. എന്നാൽ ഈ ബഹുഭൂരിപക്ഷം വരുന്നതായ ക്രിസ്തു മത അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ക്രിസ്ത്യാനികളിൽ, ക്രിസ്തു സഭയിൽ വിശ്വസിക്കുന്നവരിൽ എത്ര പേര് ഈ വാക്യം വിശ്വസിക്കുന്നുണ്ട്? കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരും. ലോകത്തിന് ഒരവസാനമുണ്ട്. ലോകാവസാനത്തിനും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനും വേണ്ടി ഇന്നത്തെ ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മളിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ശിഷ്യന്മാർ കർത്താവിനോട് കൃത്യമായിട്ടാണ് ചോദിച്ചത്, കർത്താവെ, നീ രണ്ടാമത് വരുന്നത് എന്ന്, ലോകം അവസാനിക്കുന്നത് എന്ന്. ഇന്ന് ഈ രണ്ട് വിഷയങ്ങൾ ക്രിസ്തീയ സഭയിൽപ്പെട്ടതായ ക്രിസ്ത്യാനികളെന്ന് പറയുന്നതായ യൗവനക്കാരോടോ യൗവനക്കാരത്തികളോടോ സംസാരിക്കുമ്പോൾ അവർക്ക് ഇതൊരു തമാശയാണ്. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. യേശു രണ്ടാമത് വരാൻ പോകുന്നില്ല. ലോകം അവസാനിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം ഈ പുസ്തകത്തിൽ, ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. ഇതിന്ന് ലോകത്തിൽ നിന്ന് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നാണ് ബഹുഭൂരിപക്ഷം വരുന്നതായ ആളുകൾ പറയുന്നത്. യൗവനക്കാരും യൗവനക്കാരത്തികളും മാത്രമല്ല, പ്രായമുള്ളവർ പോലും ഇന്ന് ഈ വാക്യങ്ങളെ വിശ്വസിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു ഭക്തനും വളരെ വ്യക്തമായിട്ടറിയാവുന്ന കാര്യമാണ്, ഇന്നത്തെ ലോകത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്ക് കാണുമ്പോൾ ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. തിരുവചനത്തിലെ അന്ത്യകാല ലക്ഷണങ്ങളെക്കുറിച്ച് നാം വായിക്കുമ്പോൾ ഇന്ന് ലോകം ഏതാണ്ട് അതിനോട് അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇന്ന് മനുഷ്യരുടെ സ്വഭാവം, ലോകത്ത് നടക്കുന്നതായ കാര്യങ്ങൾ ഓരോന്നും നാം എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാകുന്നു, ലോകത്തിന് എന്തോ സംഭവിക്കാൻ പോകുന്നു, മനുഷ്യരാശിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു. ഇത് ഈ രീതിയിൽ അങ്ങോട്ട് അധികകാലം മുമ്പോട്ട് പോവുകയില്ല എന്നുള്ള വ്യക്തമായ ഒരു സൂചന തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ലോകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ലക്ഷണമായി കർത്താവായ യേശു പറഞ്ഞ രണ്ട് വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ട് വ്യക്തികളുടെ കാലഘട്ടത്തിൽ ലോകത്ത് എന്തായിരുന്നു നടന്നിരുന്നത്, ഏതാണ്ട് അതുപോലെയുള്ളൊരു സംഭവം ഇനിയും ആവർത്തിക്കപ്പെടുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ആദ്യകാലം മുതലേ ഈ ലോകത്തിൽ പലതരത്തിലുള്ളതായ അവിശ്വാസത്തിൻ്റെ പ്രവൃത്തികളുണ്ട്, ദുഷ്ടപ്രവൃത്തികളുണ്ട്. എന്നാൽ അന്ത്യകാലത്തിലേക്ക് വരുമ്പോൾ അത് കൂടി വരുമെന്നുള്ളതാണ് കർത്താവ് പറഞ്ഞത്. നമുക്ക് ഒരു വാക്യം വായിക്കാം. മത്തായി 24:37, മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം തന്നെ 24-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ എൻ്റെ രണ്ടാമത്തെ വരവ് എങ്ങനെയാണ്, എന്നാണ് എന്ന്. എന്നാണ് എന്നുള്ളത് പിതാവായ ദൈവത്തിന് മാത്രമേ അറിയാവൂ. പക്ഷേ ഞാൻ രണ്ടാമത് വരുന്ന കാലത്ത് ലോകത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. അത് നിങ്ങൾ തിരുവചനത്തിൽ വായിച്ചിട്ടില്ലേ? അത് നോഹയുടെ കാലം പോലെ ആയിരിക്കും. നോഹയുടെ കാലത്ത് ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നോ അതിന് സമാനമായ ഒരു അവസ്ഥ ഉണ്ടാകും.
എന്നാൽ എന്താണ് നോഹയുടെ കാലത്ത് സംഭവിച്ചത്? തിരുവചനം നാം വായിക്കുമ്പോൾ നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും നോഹയുടെ കാലത്തെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്, തൻ്റെ രണ്ടാമത്തെ വരവിനോടനുബന്ധിച്ച്. നമുക്ക് വായിച്ചു നോക്കാം എന്താണ് നോഹയുടെ കാലത്ത് ഉണ്ടായിരുന്നതായ പ്രത്യേകത. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ തുടർന്നുള്ള വാക്യം 38 വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 24 അധ്യായം 38 വാക്യം വായിക്കുമ്പോൾ അവിടെ നോഹയുടെ കാലത്തെ ജനത്തിന്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. 4 കൂട്ടം കാര്യങ്ങൾ നമുക്ക് നോഹയുടെ കാലത്ത് നടന്നതായിട്ട് പ്രധാനമായി നമുക്ക് കാണാം. നമുക്കൊന്ന് വായിക്കാം 38 വാക്യം. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ. ജലപ്രളയത്തിന് മുമ്പുള്ള കാലം തൊട്ട് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ. ജലപ്രളയത്തിന് മുമ്പുള്ള കാലം തൊട്ട് നോഹ പെട്ടകത്തിൽ, നോഹയും മക്കളും മരുമക്കളും ഭാര്യയും, അവർ 8 പേര് പെട്ടകത്തിൽ കയറിയ നാൾ വരെ എന്തായിരുന്നു സംഭവിച്ചത്? വായിക്കാം. അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അവർ തിന്നും കുടിച്ചും കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഇതുപോലുള്ളതായ വാക്യങ്ങൾ നമുക്ക് കാണാം. കൊണ്ടും വിറ്റും നട്ടും പോന്നു എന്നെല്ലാം നമുക്കവിടെ വായിക്കാനായിട്ട് സാധിക്കും. സാധാരണ ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ, നോഹയുടെ കാലത്തുള്ളതായ ഒരു കൂട്ടം മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. അവർ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. അവർ സാധാരണ മനുഷ്യരെ പോലെ സ്ഥലം വിൽക്കുന്നു, സ്ഥലം വാങ്ങുന്നു, വസ്തു വിൽക്കുന്നു, വസ്തു വാങ്ങുന്നു. അവർ വിവാഹം കഴിക്കുന്നു, വിവാഹത്തിന് കൊടുക്കുന്നു. അവർ തിന്നുന്നു, അവർ കുടിക്കുന്നു, അവർ ഉറങ്ങുന്നു, അവർ എഴുന്നേൽക്കുന്നു. നേരം വെളുക്കുന്നു, സന്ധ്യയാകുന്നു, വീണ്ടും നേരം വെളുക്കുന്നു, സന്ധ്യയാകുന്നു. അവരുടെ ദൈനംദിന ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത്, ദൈനംദിന ജീവിതത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു കൂട്ടം സാധാരണ ജനങ്ങൾ. അങ്ങനെ ഒരു ജനം ആ കാലത്തുണ്ടായിരുന്നു. ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കിയാൽ, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ, ലോകത്ത് നടക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും ഒരു വിഷയമല്ലാതെ ദൈനംദിന വൃത്തിക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. നമ്മളിൽ അനേകർ ഇന്ന് അതുപോലെയാണ്. അത് സാധാരണമാണ്, എല്ലാ കാലത്തുമുള്ളവരാണ്. അത് നോഹയുടെ കാലത്ത് മാത്രമല്ല, ഇന്ന് മാത്രമല്ല, ലോകമുണ്ടായ കാലം മുതൽ അങ്ങനെ തന്നെയുണ്ട് ഒരു കൂട്ടം ജനം, സാധാരണക്കാരായ ജനം. അവർ അവരുടെ ജീവിതവൃത്തിക്ക് വേണ്ടതൊക്കെയും ചെയ്യുന്നു. അവരുടെ ജീവിതവൃത്തിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, ജോലി സമ്പാദിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, പഠിക്കുന്നു, ഇൻ്റർവ്യൂ പാസ്സാകാൻ വേണ്ടി അതിനുവേണ്ടി അധ്വാനിക്കുന്നു. അങ്ങനെ അവരുടെ ജീവിത ഉപാധിക്ക് വേണ്ടി, ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം ജനം. വേണ്ടേ? അത് വേണം. അതൊരു സാധാരണ ജനം. അങ്ങനെ ഒരു കൂട്ടം എല്ലാ കാലത്തുമുണ്ട്, അന്നും ഉണ്ടാകും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലും അങ്ങനെ ഒരു കൂട്ടം ഉണ്ടാകും. ദൈവമക്കളെ, അതിനപ്പുറത്തേക്ക് അവർക്ക് ചിന്തയൊന്നുമില്ല. വരുവാനിരിക്കുന്ന കാലത്തെക്കുറിച്ചോ കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചോ അവർക്ക് വലിയ കാഴ്ചപ്പാടൊന്നുമില്ല. യേശുവിനെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടൊന്നും അവർക്കില്ല. അവരുടെ വ്യക്തി ജീവിതത്തിലുള്ളതായ കുറവുകളെക്കുറിച്ച് അവർക്ക് വലിയ കാഴ്ചപ്പാടൊന്നുമില്ല. അവർ അവരുടേതായ ജീവിതം നയിക്കുന്നു. പള്ളിയിൽ പോകില്ലേ? ആരാധനയിൽ പങ്കെടുക്കില്ലേ? ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിലോ ആരാധനാ ദിവസങ്ങളിൽ ദൈവാലയത്തിൽ പോവുക, ആരാധനയിൽ പങ്കെടുക്കുക, ദൈവത്തെ വിളിക്കുക, അങ്ങനെ ഒരു ചടങ്ങ് പോലെ ഇതെല്ലാം അവർ ചെയ്തു പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ളതായ ഒരു ദൈവത്തെ വിളിക്കുന്ന സ്വഭാവം അവർക്കില്ല. അവരുടെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ? തനിക്ക് കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് എന്തെങ്കിലും തടസ്സം തങ്ങളുടെ ജീവിതത്തിലുണ്ടോ? തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപമുണ്ടോ? ഈ പാപം മാറി കിട്ടേണ്ടതുണ്ടോ? അതിനുള്ള വഴി എന്താണ്? അതിനുള്ള മാർഗം എന്താണ്? അതവർ അന്വേഷിക്കുന്നില്ല. എന്നാൽ അവർ ചേർന്ന് നിൽക്കുന്ന സഭയുടെയോ അവരുടെ ആ ആചാരങ്ങളുടെയോ അനുഷ്ഠാനങ്ങളുടെയോ ഒക്കെ പിന്നാലെ അവർ പോകുന്നുണ്ട്. നേർച്ചകളുണ്ട്, കാഴ്ചകളുണ്ട്, വഴിപാടുകളുണ്ട്, പള്ളിക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നുണ്ട്, ആരാധനാ സ്ഥലത്ത് കൊടുക്കേണ്ടത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നോർമലായി അവർ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആത്മീയ പ്രസ്ഥാനങ്ങളിൽ അവർ അംഗങ്ങളാണ്. അതിനുവേണ്ടി അവർ അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക്, ഇതിന് മുകളിലായി തങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധം അത് അവർക്കില്ല. അങ്ങനെ ഒരു കൂട്ടം ഉണ്ടാകുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഇനി രണ്ടാമതൊരു കൂട്ടമുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? അത് നമുക്ക് നോഹയുടെ കാലത്തിലേക്ക് തിരിച്ചു പോകണം. അതിന് ഉൽപ്പത്തി പുസ്തകം നമുക്ക് എടുക്കേണ്ടതായി വരും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ അവിടെ ഈ നോഹയുടെ കാലത്തെ ജനത്തിന്റെ പ്രത്യേകത പറയുന്നുണ്ട്. ഒന്ന്, സാധാരണ ജനം, യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ കാഴ്ചപ്പാടൊന്നുമില്ലാത്ത സാധാരണ ക്രിസ്തീയ ജീവിതം നയിച്ചു പോകുന്ന ഒരു കൂട്ടം മനുഷ്യർ. രണ്ടാമത് എന്താണ്? നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം.
ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. സ്വർഗത്തിലെ ദൈവം 2 കൂട്ടം ജനത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. തിരുവചനത്തിൽ 2 കൂട്ടം ജനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒന്ന് മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ, ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ കണ്ട സാധാരണക്കാരായ മനുഷ്യർ, ഈ ലോക ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ജനം. അതിനപ്പുറത്തേക്ക് ആത്മീയമായി ചിന്തിക്കാനൊന്നും അവർ മെനക്കെടാറില്ല. രണ്ടാമത് ഇവിടെ പറയുന്നു, അവരുടെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എപ്പോഴും ദോഷമുള്ളത്. ഹൃദയവിചാരങ്ങളുടെ നിരൂപണം ദോഷമുള്ളതായ ഒരു ജനം. ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എവരി ഇൻറ്റന്റ് ഓഫ് തോട്ട്സ് ഓഫ് ഹിസ് ഹേർട്ട് വാസ് ഓൺലി ഇവിൾ കണ്ടിന്യൂലി. അവരുടെ അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിലെ ഓരോ ചിന്തയുടെയും പിന്നിലുള്ളതായ ലക്ഷ്യം പൈശാചികമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനം. ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത്. ദോഷം ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനം, ദോഷം മാത്രം നിരൂപിക്കുന്ന ഒരു കൂട്ടം ജനം. എങ്ങനെയും തനിക്ക് സുഖിക്കണം, തൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം, മറ്റുള്ളവരെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്ത ദോഷനിരൂപണം ഹൃദയത്തിലുള്ളതായ ഒരു കൂട്ടം ജനം. ദൈവമക്കളെ, ഇത് വളരെ വ്യക്തമാണ്. ഇന്നത്തെ തലമുറയിലേക്ക് നാം നോക്കിയാൽ, താൻ കാര്യം മാത്രമല്ലാതെ, സ്വസ്നേഹം മാത്രമല്ലാതെ മറ്റൊന്നും ഹൃദയത്തിലില്ലാത്ത, സഹജീവികളോട് യാതൊരു കരുണയുമില്ലാത്ത, അവർക്ക് അവരുടെ ഹൃദയത്തിലുള്ളതായ ചില കാഴ്ചപ്പാടുകൾ പ്രകാരം മറ്റുള്ളവരെ എങ്ങനെയും ഉപദ്രവിച്ചിട്ടാണെങ്കിലും കൊന്നിട്ടാണെങ്കിലും തൻ്റെ കാര്യം നടക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ. അത് നമ്മുടെ ചുറ്റുപാടുമുണ്ട്, നമ്മുടെ കൂട്ടത്തിലുമുണ്ട്. അതാണ് പലപ്പോഴും കുടുംബങ്ങളിൽ കലഹം ഉണ്ടാകാനുള്ള കാരണം, നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാകാൻ കാരണം, അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ളതായ പ്രശ്നങ്ങൾക്ക് കാരണം. ദൈവമക്കളെ, ഇങ്ങനെ പല പ്രശ്നങ്ങളുടെയും പിന്നിൽ മനുഷ്യന്റെ ഹൃദയത്തിലുള്ളതായ ഈ ദുഷ്ടവിചാരങ്ങളാണ്, ദോഷവിചാരങ്ങളാണ്. ഹൃദയത്തിലെ ദോഷവിചാരങ്ങളുള്ളത്. നല്ലത് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഒരാൾക്ക് ഒരു നന്മ വരുമ്പോൾ അതിൽ സന്തോഷിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? അവൻ്റെ ഹൃദയത്തിൽ ദോഷമുള്ളത് കൊണ്ടാണ്. അവൻ്റെ ഹൃദയത്തിൽ അസൂയ ഉള്ളത് കൊണ്ടാണ്, ദോഷമുള്ളത് കൊണ്ടാണ്. ദൈവമക്കളെ, കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു നല്ല പ്രൊമോഷൻ കിട്ടി, ശമ്പളത്തിൽ നല്ലൊരു ഉയർച്ച കിട്ടി, അതിൽ കൂടെയുള്ളവർക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് അവരുടെ ഹൃദയത്തിലെ ദോഷത്തിന്റെ നിരൂപണത്തിന്റെ കുഴപ്പമാണ്. ദൈവമക്കളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, നമ്മുടെ ഹൃദയത്തിൽ ഇതുപോലെയുണ്ടോ? മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ സാധിക്കാതെ, മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കാൻ സാധിക്കാതെ അതിൽ നമ്മുടെ ഹൃദയം വേദനിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷമുള്ള ഹൃദയമാണ്. ആ നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണം ദോഷമാണ്. നമ്മളോട് കൂടെയുള്ളവരുടെ മാത്രമല്ല, ഏതൊരു മനുഷ്യന്റെയും ഉയർച്ചയിൽ സന്തോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയം ഇപ്രകാരമുള്ള ഒരു ഹൃദയമാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടം ജനമായിരിക്കും അവസാന കാലത്തുണ്ടായിരിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. രണ്ടാമത്തെ കൂട്ടര്. ഇനി മൂന്നാമതൊരു കൂട്ടമുണ്ട്. നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം 6:13. ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു, ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മതി. ഭൂമി, അവിടെ കർത്താവ് പറയുകയാണ്, നോഹയോട് പറയുകയാണ്, നോഹേ, സകല ജനത്തിൻ്റെയും അവസാനം എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ഭൂമിയിലുള്ള മനുഷ്യരുടെ ഒക്കെയും അതിക്രമം ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ മനുഷ്യരെ കൊണ്ടുള്ളതായ അതിക്രമം കൊണ്ട്, വയലൻസ്, ഇന്ന് വളരെ സാധാരണമായി കേൾക്കുന്ന ഒരു വാക്കാണ് വയലൻസ്. ഒരു കാലത്ത്, ഒരു 10-20 വർഷങ്ങൾ, 10-15 വർഷങ്ങൾക്ക് മുമ്പ് വയലൻസ് എന്ന വാക്കൊന്നും അധികം നമുക്ക് കേൾക്കാനുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഏതൊരു വ്യക്തിക്കും അറിയാവുന്ന വാക്കാണ് വയലൻസ്, അതിക്രമം, അക്രമം എന്നാണ് അതിൻ്റെ ശരിയായ ട്രാൻസ്ലേഷൻ. ദൈവമക്കളെ, കർത്താവ് പറയുകയാണ്, ഭൂമിയെ ഞാൻ അവസാനിപ്പിക്കാൻ, ഭൂമിയെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്, ഭൂമിയിലുള്ള മനുഷ്യരെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. കാരണം ഭൂമി മനുഷ്യരുടെ അതിക്രമം കൊണ്ട്, വയലൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇന്ന് നാം ഭൂമിയിലേക്ക് നോക്കിയാൽ, മനുഷ്യരിലേക്ക് നോക്കിയാൽ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. ഞാൻ ചില കണക്കുകൾ നിങ്ങളോട് പറയാം. അത് വളരെ വ്യക്തമായിട്ട് ഓരോ ഏജൻസികൾ ഉണ്ടാക്കിയ ചില കണക്കുകളാണ്. കഴിഞ്ഞ ഒരു 100 വർഷം നമ്മൾ എടുത്താൽ രാജ്യങ്ങൾ തമ്മിലുള്ളതായ യുദ്ധങ്ങൾ കൊണ്ട് മരിച്ചവരുടെ എണ്ണം അതിനു മുമ്പുള്ളതായ ഒരു 500 വർഷം കൊണ്ട് യുദ്ധത്തിൽ മരിച്ചവരെക്കാൾ വളരെ ഇരട്ടിയാണ്. ഏകദേശം 20 കോടി 30 ലക്ഷത്തോളം ആളുകൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു 100 കൊല്ലം കൊണ്ട് യുദ്ധം കൊണ്ട് തന്നെ മരിച്ചതായിട്ടാണ് കണക്കുകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, 20 കോടി 30 ലക്ഷം ജനം.
പല രാജ്യങ്ങളുടെയും ജനസംഖ്യ എടുത്താൽ ഇതിനേക്കാൾ എത്രയോ കുറവാണ്. ദൈവമക്കളെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിയാൽ ചില രാജ്യങ്ങൾ പോലും ഇല്ലാതാകുന്ന രീതിയിൽ ജനങ്ങൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഇനി മറ്റൊന്ന്, സർക്കാരുകൾ വധിച്ചവരുടെ എണ്ണം. യുദ്ധത്തിൽ അല്ല, സർക്കാരുകൾ, ഗവൺമെൻറ്റുകൾ ആളുകളെ കൊന്നത്, അതിൻ്റെ കണക്കെടുത്താൽ ഏകദേശം 170-നും 360 മില്യനും ഇടയ്ക്കാണ്. അതായത് 3.5 കോടി ജനത്തോളം സർക്കാർ തന്നെ ജനങ്ങളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഇത് മറ്റൊരു കണക്ക്. ഇനി മറ്റൊരു കണക്ക്, നമ്മുടെ ലോകത്ത് നടക്കുന്നതായ അബോർഷൻ, കുട്ടികളെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ നശിപ്പിച്ച് കളയുന്നത്. 4.5 കോടി കുഞ്ഞുങ്ങളെ ഓരോ വർഷവും അബോർഷനിലൂടെ ലോകത്ത് നശിപ്പിച്ച് കളയുന്നു. നോക്കൂ, അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകം. ഇനി മറ്റൊരു കണക്ക് ഞാൻ നിങ്ങളോട് വായിക്കാം. സ്റ്റഡി ഓഫ് ടെററിസം ആൻഡ് റെസ്പോൺസ് ടു ടെററിസം, സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു സംഘടന, അതൊരു ഓർഗനൈസേഷനാണ്. അവരുടെ കണക്ക് പ്രകാരം ഇതുവരെ ഏകദേശം ഈ 2024-25 കാലഘട്ടം വരെ ഏകദേശം 150,000-ഓളം ടെറർ അറ്റാക്ക് നടന്നിട്ടുണ്ടെന്നാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ടെറർ അറ്റാക്കുകൾ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഞാൻ പറയുന്ന കണക്ക് കുറച്ചുകൂടി കുടുംബപരമാണ്, വീട്ടിലെ കാര്യങ്ങളായിട്ട് വരും. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് ഏകദേശം 18 വയസ്സ് ആകുമ്പോഴേക്കും, ഓർക്കുക 18 വയസ്സാകുമ്പോഴേക്കും TV-യിൽ കൂടിയും സിനിമയിൽ കൂടിയും ആ കുട്ടികൾ കാണുന്നത് ഏകദേശം 2 ലക്ഷത്തോളം വയലൻസ് ആണ്. 18 വയസ്സാകുമ്പോഴേക്കും ആ കുട്ടി TV-യിലൂടെയും സിനിമയിലൂടെയും കാണുന്നത് 2 ലക്ഷത്തോളം വയലൻസ്, അക്രമ കാര്യങ്ങളാണ് കാണുന്നത്. സിനിമയിലും TV-യിലും വരുന്നതായ പ്രോഗ്രാമിലൂടെ 2 ലക്ഷത്തോളം അക്രമവാസനയുള്ള പ്രവൃത്തികളാണ് കുട്ടികൾ കാണുന്നത്. 18 വയസ്സാകുമ്പോഴേക്കും TV-യിൽ കൂടെയും സിനിമയിൽ കൂടെയും ഒരു 18 വയസ്സുകാരൻ അല്ലെങ്കിൽ 18 വയസ്സുകാരി ഏകദേശം 16,000 കൊലപാതകങ്ങൾ കാണുന്നു എന്നാണ് പറയുന്നത്. 18 വയസ്സ് തികയുമ്പോഴേക്കും ഒരു കുട്ടി 16,000 കൊലപാതകങ്ങൾ കാണുകയാണ്. നോക്കൂ, ലോകം എങ്ങോട്ട് പോകുന്നു. ഒരു കുഞ്ഞ് ജനിച്ച് 18 വയസ്സാകുമ്പോഴേക്കും TV-യിൽ കൂടെയും സിനിമയിൽ കൂടെയും മറ്റ് മീഡിയയിൽ കൂടെയും, ഇന്ന് നമുക്ക് വേണമെങ്കിൽ യൂട്യൂബും കൂടി അതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതിൻ്റെ കണക്ക് എത്ര ഇരട്ടിയാകുമെന്ന് ആലോചിച്ച് നോക്കൂ. 16,000 കൊലപാതകം വരെ 18 വയസ്സാകുമ്പോഴേക്കും ആ കുട്ടി കാണുന്നു. ആ കുട്ടിയുടെ മനസ്സെങ്ങനെ ഇരിക്കും? ആ യൗവനക്കാരൻ്റെ മനസ്സെങ്ങനെ ഇരിക്കും? ആ യൗവനക്കാരൻ പിന്നെ വീട്ടിൽ മാതാപിതാക്കന്മാരെ അനുസരിക്കാതിരിക്കുന്നതിൽ അത്ഭുതമുണ്ടോ? അവരുടെ ഗുരുക്കന്മാർ പറയുന്നത് കേൾക്കാതിരിക്കുന്നതിൽ അത്ഭുതമുണ്ടോ? ദൈവമക്കളെ, അത് കാണുന്ന അവരുടെ സ്വന്തം ചേർന്ന് നിൽക്കുന്ന കൂട്ടുകാരോട് കൂടി വീണ്ടും അവരും വയലൻസിലേക്ക് ഇടപെടുന്നതിൽ, അതിക്രമങ്ങൾ കാണിക്കുന്നതിൽ, അക്രമങ്ങൾ കാണിക്കുന്നതിൽ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൽ അത്ഭുതപ്പെടാനുണ്ടോ? ലോകം എങ്ങോട്ട് പോകുന്നു? ഇതായിരിക്കും ലോകത്തിൻ്റെ അവസ്ഥ എന്ന് കർത്താവ് അന്നേ പറഞ്ഞു. ദൈവമക്കളെ, ഇനി ഒരു കൂട്ടം ജനത്തെ കൂടി കുറിച്ച് കർത്താവ് അവിടെ പറയുന്നത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. 1, സാധാരണ ജീവിതം നയിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത ഒരു കൂട്ടം ജനം. 2, ഹൃദയവിചാരങ്ങളുടെ നിരൂപണം ദോഷമുള്ള ഒരു കൂട്ടം ജനം. 3, വയലൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു തലമുറ. 4-ാമത്തേത് എന്താണ്? നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം ഒരിക്കൽ കൂടി. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയത്. ദുഷ്ടതയുള്ളതായ, ദുഷ്ടഹൃദയമുള്ളതായ ഒരു കൂട്ടം ജനം. ആദ്യം നമ്മൾ പറഞ്ഞത് ദോഷമുള്ള ജനം എന്നാണ് പറഞ്ഞത്. ഇവിടെ ദുഷ്ടത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദുഷ്ടത എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നമുക്കറിയാം, തിരുവചനത്തിൽ പറയുന്നുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് അവിടെ ഒരു മുന്നറിയിപ്പ് കിട്ടുന്നുണ്ട്, ദൈവവചനം പറയുന്നുണ്ട്. അപ്പോൾ ദുഷ്ടത എന്ന് പറഞ്ഞാൽ അവിശ്വാസമുള്ള ഹൃദയം, വിശ്വാസമില്ലാത്ത ഹൃദയം, അവിശ്വാസിയായി പോകുന്നതായ ഒരു ഹൃദയം. ഇന്നത്തെ തലമുറയിലേക്കും ഇന്നത്തെ സോഷ്യൽ മീഡിയയിലേക്കും നമ്മളൊന്ന് നോക്കിയാൽ വിശ്വാസം ഉള്ള എത്ര പേരുണ്ട്? നാം കാണുന്ന, നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവമക്കളെ, നമ്മുടെ മാതാപിതാക്കന്മാരൊന്ന് വ്യക്തമായി അറിയണം, നമ്മുടെ കുഞ്ഞുങ്ങളൊന്ന് വ്യക്തമായിട്ട് അറിയണം. ഇന്ന് ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഉയർന്നു വരികയാണ്, വളർന്നു വരികയാണ്. ദൈവവിശ്വാസമില്ലാത്ത ഒരു തലമുറ വളർന്നു വരികയാണ്. കാരണങ്ങൾ പലത്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ദൈവത്തെ ജനത്തിന് കൊടുക്കേണ്ടവർ പോലും ഇന്ന് അവിശ്വാസത്തിലേക്ക് പോയിരിക്കുന്നു, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇന്ന് കാണാനായിട്ട് സാധിക്കും, ഹൃദയത്തിൽ ദുഷ്ടതയുള്ളതായ അവിശ്വാസമുള്ള ഒരു തലമുറ വളർന്നു വരുന്ന ഒരു കാലം. ഇന്ന് പഴയതിനേക്കാൾ, മുൻകാലങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ അവിശ്വാസമുള്ള ഒരു തലമുറ, വിശ്വാസമില്ലാത്ത, ദൈവവിശ്വാസമില്ലാത്ത ഒരു തലമുറ വളർന്നു വരികയാണ്. നമുക്കറിയാം, ഇന്ന് പലരും ഭയപ്പെടുന്നുണ്ട്. ദൈവാലയങ്ങളിലേക്കൊന്ന് നോക്കൂ,
ഒരു ഞായറാഴ്ച ദിവസം ആരാധന നടക്കുമ്പോൾ അവിടെ എത്ര യൗവനക്കാരുണ്ട്? നമ്മുടെ കൂട്ടായ്മ യോഗങ്ങളിലേക്കൊന്ന് നോക്കൂ ദൈവമക്കളെ, അവിടെ എത്ര ചെറുപ്പക്കാർ വരുന്നുണ്ട്? എത്ര ചെറുപ്പക്കാർ കർത്താവിൻ്റെ വേലയ്ക്ക് താല്പര്യമുള്ളവരായി വളർന്നു വരുന്നുണ്ട്? തുലവും ചുരുക്കമാണ്, വളരെ കുറവാണ്. കാരണം അവിശ്വാസമുള്ള ഒരു ഹൃദയം അവരുടെ ഹൃദയത്തിൽ വന്നിരിക്കുന്നു. അവർ ദുഷ്ടഹൃദയത്തിന്റെ ഉടമയായി പോകുന്നു. ഇത് സാത്താൻ ചെയ്യുന്നതാണ്, ഇത് പിശാച് ചെയ്യുന്നതാണ്. ദൈവമക്കളെ, നിങ്ങളൊന്ന് ചിന്തിക്കുക, കണ്ണു തുറന്ന് നാം ഒന്ന് ലോകത്തിലേക്ക് നോക്കുക. ദൈവമക്കളെ, ഇത് അവസാന കാലത്തിലേക്ക് വന്നിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവ് രണ്ടാമത് വരുന്നതായ സമയത്ത് വിശ്വാസം കണ്ടെത്തുമോ എന്ന്, വിശ്വാസികളെ കാണാനുണ്ടാകുമോ എന്ന്. ശരിയായ വിശ്വാസികളെ. അന്ന് പള്ളി ഉണ്ടാവില്ലേ? അന്ന് കൂട്ടായ്മകൾ ഉണ്ടാവില്ലേ? തീർച്ചയായും കാണും. ധാരാളം കൂട്ടായ്മകൾ ഉണ്ടാകും, പള്ളികൾ ഉണ്ടായിരിക്കും. എല്ലാ പള്ളികളൊന്നും അടച്ചു പൂട്ടുകയൊന്നുമില്ല. കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ സഭയുണ്ടായിരിക്കും. എത്ര സഭകളായിരിക്കും? അനേക സഭകൾ തന്നെ ഉണ്ടായിരിക്കും. ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. പക്ഷേ കർത്താവ് അവിടെ നോക്കുമ്പോൾ, അതിൽ നോക്കുമ്പോൾ വിശ്വാസമുള്ളവരുണ്ടോ എന്ന് നോക്കുമ്പോൾ ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അത്രയ്ക്ക് കുറവായിരിക്കുമെന്ന് കർത്താവ് പറയുന്നു. ദൈവമക്കളെ, നാം ഒന്ന് നോക്കിയാൽ ഇന്ന് ഈ ഒരു തലമുറയല്ലേ, ഈ 4 തലമുറകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവമക്കളെ, വളരെ ചുരുക്കം പേർക്ക് ഉൾപ്പെടുന്ന വേറൊരു തലമുറ കൂടെ അവിടെ ഉണ്ട്. അത് ഏത് തലമുറയാണെന്നറിയാമോ? അത് നോഹയും നോഹയുടെ കുടുംബം ഉൾപ്പെടുന്ന ആ 8 പേര് ഉൾപ്പെടുന്ന ആ ഒരു തലമുറ. ദൈവമക്കളെ, ആ നോഹയ്ക്ക് കിട്ടിയ ഭാഗ്യം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. കൃപ ലഭിച്ച ഒരു തലമുറ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കൃപ ലഭിച്ച ഒരു കുടുംബം. ദൈവമക്കളെ, ഒരു തലമുറ എന്നൊന്നും പറയാനില്ല, ഒരു കുടുംബം. ദൈവത്തിന്റെ സ്തോത്രം. നോഹയ്ക്കും നോഹയുടെ കുടുംബത്തിനും നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എന്താ ഈ കൃപ ലഭിക്കുക എന്ന് പറഞ്ഞാൽ 13-ാം വാക്യം കൂടെ വായിക്കാം. അതേ അധ്യായത്തിന്റെ തന്നെ 13-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നോഹയോട് ദൈവം സംസാരിച്ചു. ദൈവത്തിന്റെ വചനം നോഹയ്ക്ക് കിട്ടി. നോഹയ്ക്ക് കൃപ ലഭിച്ചു, ദൈവത്തിന്റെ വചനം കിട്ടി. ദൈവമക്കളെ, വചനം കിട്ടിയ ഒരു തലമുറ, വചനം കിട്ടിയ ഒരു കുടുംബം, വചനം കിട്ടിയ ഒരു വ്യക്തി. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവ കൃപയാൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ അനന്തമായ കൃപയാൽ ഞാൻ പറയട്ടെ, ഈ തലമുറയിൽ യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത, ഒരിക്കലും മങ്ങാത്ത വചനം കേൾക്കുവാൻ, സത്യവചനം കേൾക്കുവാൻ ഈ തലമുറയിൽ നമുക്ക് ഭാഗ്യം കിട്ടിയില്ലേ? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മൾ ആ നോഹയ്ക്ക് കൃപ ലഭിച്ചപ്പോൾ നോഹ ചെയ്തതുപോലെ, നോഹ നിന്നതുപോലെ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ദൈവമക്കളെ, ഈ നശിച്ചു പോകുന്ന തലമുറയില്, ഈ തകർന്നു പോകുന്ന തലമുറയില്, അവിശ്വാസത്തിൽ തകർന്നു പോകുന്ന ഈ തലമുറയില് നോഹയ്ക്ക് കൃപ ലഭിച്ചതുപോലെ നമുക്കും കൃപ ലഭിച്ചതല്ലേ? നാം നോഹയെ പോലെ നിൽക്കുന്നുണ്ടോ? നോഹയെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം പറയുന്ന 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീതിമാനായിരുന്നു എന്ന്. 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. ദൈവത്തെ അനുസരിക്കുന്ന ഒരു തലമുറ, ദൈവത്തിന്റെ കൃപ ലഭിച്ച ഒരു തലമുറ, നീതിമാനായി ജീവിക്കുന്ന ഒരു തലമുറ. ദൈവത്തിന് സ്തോത്രം. 6-9 ഒരു വാക്കും കൂടി ഉണ്ട്, നോഹ ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു തലമുറ. 8-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയും, യഹോവയുടെ നാമത്തിൽ യാഗപീഠം പണിതു, അവിടെ ആരാധനയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ശരിയായ തലമുറ, ദൈവപ്രസാദം ലഭിച്ച ഒരു തലമുറ. ദൈവമക്കളെ, നമ്മൾ ഇതിൽ ഏത് തലമുറയിൽ പെടും? ഇന്ന് സ്വർഗത്തിലെ ദൈവം നോഹയ്ക്ക് കൃപ കൊടുത്തതുപോലെ നമുക്കും കൃപ തരുവാനായി നമ്മളോട് സംസാരിക്കുകയാണ്. ഈ സത്യവചനത്തിൽ കൂടെ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുവാൻ, യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ പ്രാപിക്കുവാൻ, യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിനാൽ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വന്നു എന്നുള്ളതായ ആ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ വിളിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടോ? എങ്കിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. നശിച്ചു പോകുന്ന തലമുറയിൽ നശിച്ചു പോകുന്ന ഒരു വ്യക്തിയായിട്ടല്ല, വിശ്വാസത്തിൽ നിലനിൽക്കുന്ന, വിശ്വാസത്തിൽ ഓടുന്ന, വിശ്വാസത്തിൽ സ്വർഗരാജ്യം അവകാശമാക്കുന്ന ഒരു തലമുറയായി ഞാൻ നിൽക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും കർത്താവായ യേശുക്രിസ്തുവിനോട് വാക്ക് പറയാം. സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിന്മേൽ മരിച്ച് അവസാനത്തെ തുള്ളി രക്തം വരെയും ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഒഴുക്കി ഞങ്ങളുടെ സകല പാപങ്ങൾക്കും പരിഹാരം വരുത്തി ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഞങ്ങളുടെ പ്രാണപ്രിയനായ യേശുവേ, ഞങ്ങൾ ഇന്നു മുതൽ നിനക്ക് വേണ്ടി ജീവിക്കും. ഞങ്ങളുടെ ജീവിതത്തിലെ പാപത്തോട് യാത്ര പറഞ്ഞ്, ഞങ്ങളുടെ ജീവിതത്തിലെ അതിക്രമങ്ങളോട് യാത്ര പറഞ്ഞ്, ഞങ്ങളുടെ ഹൃദയത്തിലെ ദുഷ്ട വിചാരങ്ങളോട് യാത്ര പറഞ്ഞ്, കർത്താവെ, കൃപ ലഭിച്ച തലമുറയിലേക്ക് ഞങ്ങളും വരുന്നു. ഈ വചനം ഞങ്ങൾക്ക് ഇന്ന് തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, വചനം കേട്ട് തീരുമാനമെടുത്ത ഓരോരുത്തരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. ഇതുവരെയും ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഇന്ന് വരെ ഞങ്ങൾ നടത്തിയതിനായി സ്തോത്രം. എല്ലാം അടിയങ്ങൾക്കായി ജീവൻ വെച്ച
യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിലടിങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ.